ഹായ് ഓൾ, അസ്സലാം വലൈക്കും. എല്ലാവർക്കും ഹൗറാറഫ്സീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നല്ല കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളുടെ ബാവ് ബൺ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടാ? അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു വേറെ തന്നെ ഒരു റെസിപ്പി തന്നെ ഞാൻ പറയാം. നമ്മൾ എന്താ പറയുക, നോമ്പിനായാലും എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് റെസിപ്പി എന്നെല്ലാം പറയാം. എത്ര കഴിച്ച് കഴിഞ്ഞാലും പൂതി മാറൂല. ഇന്ന് ഞാൻ ബാവ് ബണ്ണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ പൊരിച്ചയാണ്. ആ ചിക്കൻ പൊരിച്ചതിൻ്റെ മസാലൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകലേ. ഞാനിവിടെ ഒരു അരക്കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്, ലൈറ്റ് ചൂടുവെള്ളം. അതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് തന്നെ പൊടിയിൽ ഇട്ട് കൊടുക്കുന്നത് അതേ ഉള്ളൂ. പക്ഷേ ഞാനത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 കപ്പ് മൈദപ്പൊടിയാണ്. ഇതിലേക്ക് തന്നെ 1/4 കപ്പ് കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ അല്ലേ, ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഈ ഒരു കൂട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നമ്മൾ പൊങ്ങാൻ വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇളം ചൂട് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്കാണ് ഞാൻ കുഴക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇളം ചൂട് പാല് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് കുഴക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അത്രത്തോളം ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഏകദേശം ഒരു 3/4 കപ്പോളം പാല് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിരിക്കുന്നത് വെള്ളത്തിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് അത്രക്കാരും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുഴച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് തടവി കൊടുത്ത് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാനുണ്ട്. ചിക്കനിലേക്ക് നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എന്താ പറയുക, സ്ക്വയർ പീസുകളായിട്ട് മുറിച്ച് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളിൻ്റെ പൗഡറും 1 ടീസ്പൂണോളം ഇഞ്ചിൻ്റെ പൗഡറും 1 ടീസ്പൂണോളം കുരുമുളക് പൗഡറും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് പിന്നെ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വിനാഗിരിയാണ്. നിങ്ങളടുത്ത് തൈര് ഉണ്ടെങ്കിൽ തൈര് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് വിനാഗിരി ഇട്ടിട്ട് കുഴച്ച. അപ്പോൾ അതും കൂടി ഒന്ന് കുഴച്ച് വെക്കുക. ഇനി ഇഞ്ചിൻ്റെ പൗഡർ വെളുത്തുള്ളിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൽ ഒന്ന് ഉപ്പ് ശ്രദ്ധിക്കണേ, ഉപ്പില്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണേ. അതായത് വിനാഗിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ വിനാഗിരി ഇട്ടതിന് ശേഷം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിൻ്റെ ചിക്കനൊക്കെ ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ 10 മിനിറ്റ് ആയതിനു ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടി, അതായത് ഒരു 3-4 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതിലേക്ക് ആവശ്യത്തിന് അതായത് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച്. അപ്പോൾ നമുക്കിനി ഈ മൈദപ്പൊടിയിൽ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് കോട്ട് ചെയ്താലും മതി. ഞാൻ ഇന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് കോട്ട് ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രോസ്റ്റഡെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ബാവ് ബണ്ണിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഇതേപോലെ തന്നെ. പിന്നെ തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇങ്ങനെ പൊരിക്കണമെന്നില്ല, സാധാരണ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാലും മതി കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ആക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. ഇനി നന്നായിട്ട് നമുക്ക് ഓയിൽ ചൂടായതിന് ശേഷം ചിക്കൻ ഓരോ പീസുകളാക്കി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട്, അതായത് നമ്മുടെ പാത്രത്തിൽ എത്രത്തോളം എണ്ണ ഉണ്ട് അതിനനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നാലും നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് ഇവിടെ പൊരിച്ച് വെച്ച് 2ാമത്തെ ട്രിപ്പും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ബാവ് ബണ്ണിന് ഉണ്ടാക്കിയ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം 2 പാർട്ടാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒറ്റൊന്ന് മാത്രമാക്കിയിട്ട് പരത്താൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ 2 വേഗം തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 പാർട്ടാക്കി അതിന് ശേഷം ഞാനിവിടെ 1/2 സെൻറ്റിമീറ്റർ കനത്തിലാണ് ഞാൻ ഇവിടെ പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്.
ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അധികം ഓയിലൊന്നും ഇടുന്നില്ല, അതുപോലെ ഓയിൽ പൊരിച്ചെടുക്കേണ്ടതില്ല. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഒരു മസ്താവില്ല, എത്ര തിന്നു കഴിഞ്ഞാൽ ഒരു മസ്താവില്ല. നോമ്പിനൊക്കെ ഒരു നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഫസ്റ്റത്തത് പരത്തി വെച്ചിട്ടുണ്ട്. ഒരു 1/2 സെൻറ്റിമീറ്റർ കനത്തിലാണ് ഞാൻ പരത്തിയത്. നിങ്ങളും അതുപോലെ തന്നെ പരത്തണേ, എന്നാലന്ന് ബണ്ണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇങ്ങനെയുള്ളൊരു മൂടി, നമ്മൾ സാധനമൊക്കെ ഇതാക്കി വെക്കുന്ന മൂടിയില്ലേ, ആ മൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഓരോരോ ബണ്ണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക, ഷേപ്പ് ചെയ്ത്. ഇതിനെക്കാട്ടി വലുതുണ്ടെങ്കിൽ അത് വലിയത് വെച്ചിട്ട്, വലിയ മൂടി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തേക്ക്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഒരു ചെറുതിലാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് എന്താക്കാം, സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നേരെ പകുതിയാക്കിയിട്ട് മടക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാനുണ്ട്. അതിനായി ഒരു അടച്ചമ്പ് വെച്ച് കൊടുത്ത് അതിൽ ഞാൻ ഒരു ഫോയിൽ വെച്ച് കൊടുത്ത് അതിന് ശേഷം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടച്ചമ്പിൽ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് വിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി കൊള്ളുന്നേരം തന്നെ നമുക്കിത് കുറച്ച് വലുതാൻ ചാൻസ് ഉണ്ട്, പൊങ്ങി വരുമല്ലോ. അപ്പോൾ കുറച്ച് വിട്ട് വെച്ച് കൊടുക്കണേ. ഇനി ബണ്ണ് അവിടുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് കുറച്ച് മതിയേ, അത് വിട്ട് കൊടുത്ത് എണ്ണയിലൊന്ന് വാട്ടിയതിന് ശേഷം, അധികം വാറ്റൊന്നും വേണ്ട. അതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണോളം സോയാ സോസും ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ സോസിൽ സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. പക്ഷേങ്കിൽ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന അതേ രൂപത്തിലാണ്. അതായത് ഇതെല്ലാം ഇതിൻ്റെ ടേസ്റ്റ്. ശരിക്കും ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതും കൂടി നല്ല പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതേ റെസിപ്പി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അപ്പോഴേക്ക് നമ്മളിതാ ബണ്ണൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് എടുക്കണം. അപ്പം നമ്മൾ ബണ്ണിൽ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് കാണുന്നില്ല നിങ്ങൾ? ഇതിന്ന് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ നേരെ മടക്കിയിട്ട് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇനി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മയണൈസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മയണൈസിൻ്റെ റെസിപ്പി അറിയാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാബേജ്, കുറച്ച് അത്രക്കാർ കൂടുതലൊന്നും ഇട്ട് കൊടുക്കേണ്ടതില്ല, ഒരു 2-3 പീസ് ക്യാബേജും അതുപോലെ തന്നെ 2-3 പീസ് ക്യാരറ്റും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, അതെന്തായാലും വേണം, സ്കിപ്പ് ചെയ്യരുത്. അതും കൂടി കടിക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകളും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മൈനസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മൈനസിൽ ഒപ്പര സ്പ്രെഡാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയാവാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ.